പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കറങ്ങാനൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോ ഹായ് ഗായ്സ്, നമ്മൾ പോകുന്നത് സരോവരത്തുള്ള മറൈൻ വേൾഡിലാട്ടോ ഗായ്സ്. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അവിടുത്തെ എൻട്രി ഫീസ് 120 rupees ആട്ടോ ഗായ്സ്. അപ്പോൾ അത് ആയിഷയൊക്കെ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ഹവ്വും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു കളർ, എന്താ പറയുക, നല്ലൊരു തീമിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി സെറ്റപ്പിലുള്ള കുറച്ച് ബേർഡ്സിനാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഹവ്വ 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ഗായ്സ് നല്ല രസമായിരുന്നു. കുറേ ലവ് ബേർഡ്സും പിന്നെ എന്താ പറയുക പാരറ്റും പല ടൈപ്പിലുള്ളതുണ്ടായിരുന്നു. ആയിഷന് പിന്നെ പേടില്ലാത്തതുകൊണ്ട് ഇതാ ആയിഷ അതിന് ഫുഡൊക്കെ കൊടുക്കുക കേട്ടോ ഗായ്സ്. എല്ലാം നല്ല ക്യൂട്ടാണ്. പിന്നെ ഒരു വാട്ടർ എക്സിബിഷനും കൂടി ആട്ടോ ഗായ്സ്. മെയിൻ അതാണ്. ഇപ്പം കയറിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബേർഡ്സിനൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അവിടെ കുറേ നേരം കുറേ വെറൈറ്റി ബേർഡ്സിനൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്നു കേട്ടോ ഗായ്സ്. പിന്നെ നമ്മൾ പോയത് കുറേ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിലുള്ള കുറേ എന്താ പറയുക ആനിമൽസിനൊക്കെ കാണാനാണ്. ആനിമൽസ് എന്ന് പറയാനില്ല, കുറേ ഇത് സാധനം. പിന്നെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്, ക്യാറ്റ്, ആമ ഒക്കെ ഉണ്ടായിന്. പിന്നെ ഗായ്സ് വെറൈറ്റി ടൈപ്പിലുള്ള സ്നേക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. എന്താ പറയുക, എനിക്കൊക്കെ പേടിയാണ് കുറച്ചൊക്കെ സ്നേക്കിനെ, കുറച്ചധികം. ഫിഷിനെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. റെഡ് ആൻഡ് വൈറ്റിൽ ഉള്ളൊരു ഫിഷിന്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. പിന്നെ നമ്മൾ വെറൈറ്റി ഫിഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. കയറിയപ്പോൾ തന്നെ വലിയ കുറയത്തിൽ വെറൈറ്റി ഫിഷ് നമ്മൾ കണ്ടുട്ടോ ഗായ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മോഡൽ ഫിഷുകളെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുഞ്ഞു ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. ആയിഷ ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ നമ്മൾ കണ്ടത് സീബ്രൻ്റെ ഡിസൈനിലുള്ള ഫിഷുകളാട്ടോ ഗായ്സ്. അങ്ങനെ പല മോഡലിലുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ് പിന്നെ നമ്മൾ കണ്ടത് ഈ വെള്ളത്തിൻ്റെ അടിയിലൊരു മാനിനാണ്, മെർമെയ്ഡ് മാൻ എന്തോ ആണ് ഇതിന് പറയുക കേട്ടോ. അപ്പോൾ അതും കണ്ട് നമുക്ക് കുറേ ടാറ്റൊക്കെ തന്ന്. പിന്നെ നമ്മളിങ്ങോട്ട് പോയപ്പോഴാണ് ഗായ്സ് എക്സൈറ്റഡ് ആയത്. മെർമെയ്ഡിനെ കണ്ടു കേട്ടോ ഗായ്സ്. പിന്നെ നമ്മൾ ഹാർട്ടൊക്കെ വെച്ചു, നമുക്ക് ടാറ്റൊക്കെ തന്ന്, ഫ്ലൈങ് കീസൊക്കെ തന്ന്. നല്ല രസമായിരുന്നു കേട്ടോ ഗായ്സ്. അവരൊക്കെ സമ്മതിക്കണം, എത്ര നേരം ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക, എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആയിഷ ഹാർട്ടൊക്കെ വെക്കാൻ കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഫ്ലൈങ് കീസൊക്കെ എടുക്കുകയാണ്. നമുക്ക് ഭയങ്കര ഹാപ്പിയിലായിനി കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ മെർമെയ്ഡും ഹാപ്പിയാണ് തോന്നുന്നു കേരള. അപ്പം നമ്മൾ ഇനി വേറെ ഫിഷുകളെ കാണാൻ വേണ്ടി പോകണം. നമുക്ക് മെർമെയ്ഡിനെ നോക്കിയിട്ട് കണ്ണെടുക്കാൻ കഴിയണമല്ലോ ഗൈസ്. പിന്നെ നമ്മൾ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള റെയിൻബോ കളർ ഫിഷുകളെ കണ്ടു. പിന്നെന്താ പറയുക, പിന്നെ നമ്മളൊരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഗായ്സ്. എന്ത് വലിപ്പമുള്ള ഫിഷുകളല്ലേ ഗായ്സ്.
ഒരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന അതേ ഫീലാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ കിട്ടുക. അപ്പം അടിപൊളിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ളാട്ടോ ഗൈസ്. പിന്നെ കണ്ടാലും മതിയായാലും അത്രയും സൂപ്പറായിട്ടുള്ള ഫിഷുകളതിനുള്ളത്. നമ്മളിതങ്ങനെ നടക്കുകയാണ്. കണ്ട ഗൈസ്. പിന്നെ നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള എന്താണ് ഗ്രീന്, റെഡ്, പർപ്പിൾ, പിങ്ക് അങ്ങനെ പല ടൈപ്പുള്ള ഫിഷുകളെ കണ്ടു. കുഞ്ഞു കുഞ്ഞു ഫിഷുകളുണ്ട് ഗൈസ്. എന്ത് രസമാണുള്ള ഗൈസ്. അപ്പം എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ്. സ്റ്റാർ ഫിഷിനൊക്കെ കണ്ടു. പല ടൈപ്പുള്ള ഫിഷുകളും സ്റ്റാർ ഫിഷിനൊക്കെ ഞാൻ കണ്ടിട്ടേക്ക് എന്തോ നല്ല രസമായിരുന്നു. സ്റ്റാറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കേട്ടോ. അപ്പോൾ ആയുഷക്ക് ചിലതിനൊക്കെ പേടിയായി. ആയുഷത്തെ പേടിച്ചോടാണ്. കണ്ട ഗൈസ്, എന്ത് രസമല്ലേ സ്റ്റാർ ഫിഷിനെ കാണാൻ. നോക്ക് ഗൈസ്. പിന്നെ എന്താ പറയുക, എന്തോ ഒരു ടൈപ്പിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇതാക്കണം. എന്തോ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ പോയി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കയറാം. പിന്നെ നമ്മൾ അപ്പോൾ ഗൈസ് നമ്മൾ ഫിഷുകളൊക്കെ കണ്ട്. പിന്നെ ഉള്ളത് വെറൈറ്റി സ്റ്റാളുകളാട്ടോ. പിന്നെ കുറേ ചപ്പൽസ്, ടോയ്സ്, ബാഗ്സ്, പിന്നെ അങ്ങനത്തെ ഒക്കെ സ്റ്റാളുകളായിരുന്നു. പിന്നെ ഉള്ളത് കണ്ടോ ഗൈസ്, ടോയ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഴ്ചയുടെ കണ്ണൊക്കെ വെട്ടിച്ച് മേലെ പോരാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ജെല്ലി മിഠായി, പണ്ടത്തെ ടൈപ്പിലുള്ള മിഠായികളൊക്കെ നമ്മൾ കുറച്ച് വാങ്ങി. പമ്പര മിഠായിയൊക്കെ വാങ്ങിയിട്ടോ ഗൈസ്. വെറൈറ്റി സ്റ്റാളുകളായിരുന്നു. പിന്നെ ആവശ്യമുള്ള കുറേ ടോയ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ്, എന്താ പറയുക, നല്ല രസമാണ്. പിന്നെ നമ്മൾ കൈമേലൊക്കെ നമ്മൾ ബേഡ്സിനും അതിനൊക്കെ വെക്കണ ഇതുണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓന്തൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എനിക്കൊക്കെ പേടിയാണ് ഗൈസ്. എൻ്റെ അടുത്ത് കൂടെ തന്നെ പോകാൻ പേടിയാണ്. പിന്നെ അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് സ്റ്റിക്ക് പൊട്ടാറ്റോ ആട്ടോ ഗൈസ്. പിന്നെ ആയിഷും ഞാനും കൂടി ഷെയർ ചെയ്തിട്ടാട്ടോ കഴിച്ചത്. ഞാനും ഹവ്വുമാണ് സ്റ്റിക്ക് പൊട്ടാറ്റോ വാങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്പൈസില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുത്തു പൊറാട്ട വാങ്ങിയിട്ട് നമ്മൾ ആയിഷിനും പപ്പക്കും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു കുത്തു പൊറാട്ട. ആയിഷും പപ്പും എല്ലാവരും കഴിച്ചു. പിന്നെ ഞാനും ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഐഷ് നല്ല ക്യൂട്ടായിട്ട് തിന്നാണ്. പിന്നെ നമ്മൾ ഐസ്ക്രീമും വാങ്ങി, ബ്ലൂബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീമും വാങ്ങി ഗൈസ്. ഇന്നത്തെ ഡേ ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഹവ്വിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, അവളും കൂടി ഉണ്ടായപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.